Hello everyone and welcome back to our channel. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു വൈറ്റ് പെയിൻറ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മറ്റേ ബിയറിൻ്റെ കുപ്പിയില്ലേ അതിലാണ് പെയിൻറ് അടിക്കാൻ പോകുന്നത്. അപ്പോൾ വൈറ്റ് പെയിൻറ് അടിക്കുമ്പോഴത്തേക്കും ആദ്യം ഒരു കോട്ട് അടിക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് രണ്ടാമത്തെ കോട്ട് അടിക്കുക. ഇപ്പോൾ ബിയറിൻ്റെ കുപ്പിയിലേക്ക് ഒരു ബ്രൗൺ കളറല്ലേ ഉള്ളത്. അപ്പോൾ ബ്രൗൺ ആയതുകൊണ്ട് നമ്മൾ വേറെ ഷെയ്ഡ് അടിക്കുമ്പോൾ ചിലപ്പോൾ ഡിമ്മായി പോയാലോന്നോർത്താണ് ഞാൻ അതിൻ്റെ പുറത്ത് വേറെ ഒന്നും കൂടി ചെയ്യണത്. എന്നിട്ട് ഉണങ്ങിയിട്ട് മാത്രം അടുത്ത പെയിൻറ് അടിക്കാനായിട്ട് നോക്കണം, അത് മറക്കരുത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ബോട്ടിലിൻ്റെ പുറത്തേക്ക് ഒരു പച്ച കളർ അടിച്ചു കൊടുക്കുക. പച്ച കളർ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. അപ്പോൾ പച്ച കളർ അടിച്ചു കൊടുക്കുക. ഒന്നെങ്കിൽ സ്പോഞ്ച് വെച്ച് അടിക്കണം. ഞാൻ കളർ പറ്റാണ്ടിരിക്കാൻ വേണ്ടിയാണ് കവറൊക്കെ വെച്ചിട്ടാണ് ചെയ്തത്, പക്ഷെ അത് പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ബ്രഷ് വെച്ചിട്ട് അടിച്ച്. രണ്ടാമത് ഡബിൾ കോട്ട് കൊടുക്കുന്നുണ്ട്. എന്നാലും നമുക്ക് ഡബിളല്ല ട്രിപ്പിൾ കോട്ട് അടിക്കണം. 3 പ്രാവശ്യം അടിച്ചാൽ അത്രയും കട്ടിക്കെങ്കിലും പെയിൻറ്റ് വരുള്ളൂ. എന്നിട്ട് ഒരു ബ്രഷ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കണം. കണ്ടോ, താഴത്തേക്ക് വരയ്ക്കുക, മേളിലേക്ക് വരയ്ക്കുക. അങ്ങനെ വരച്ച് ഇങ്ങനെ ഒരു ഷേപ്പിൽ നമ്മൾ ഫുള്ളായിട്ട് അതിൻ്റെ റൗണ്ടിൽ ഫുള്ളായിട്ട് ആ ബിയറും കുപ്പിയുടെ അടിയിലൊരു വര ഉണ്ടാവില്ല, അപ്പോൾ അതിൻ്റെ താഴെ വരച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ വരച്ച് നോക്കണം. കണ്ട ആ ഒരു പാടി തന്നെ വരച്ച് പോവുക. എന്നിട്ട് ഫുള്ളായിട്ട് അങ്ങനെ വരച്ചെടുക്കണം. കണ്ടില്ലേ, ഇതേപോലെ വരച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ബഡ്സില്ലേ, ബഡ്സില്ലെങ്കിൽ നമ്മുടെ ടൂത്ത് പിക്കില്ല, അതിൻ്റെ അറ്റായെങ്കിൽ മതി. എൻ്റെ അതില്ലാഞ്ഞുകൊണ്ട് ഞാൻ ബഡ്സിൻ്റെ സാധനം കണ്ടിച്ചെടുത്തിട്ട് അതേപോലത്തെ എന്തെങ്കിലും ഒരു സാധനം മതി. നമ്മുടെ ബ്രഷിന് പെയിൻറ്റിങ് ബ്രഷില്ല, അതിൻ്റെ അറ്റം വെച്ചിട്ടാണെങ്കിൽ ഇതേപോലെ ഡോട്ട് ഇട്ട് കൊടുക്കുക. ഓരോ കുത്തായിട്ട് അവിടെ ഇവിടെയൊക്കെ ഇട്ട് കൊടുക്കുക. ആ ഒരു കുഴിവ് കണ്ടില്ലേ മേളിലും താഴെ, അവിടെ രണ്ടിടത്തായിട്ട് ഇട്ട് കൊടുക്കണം. കണ്ടില്ലേ, അപ്പം നമുക്ക് ഇങ്ങനെ ഇട്ടു ഫുള്ളായിട്ട് ചെയ്തെടുക്കുക. അത് കഴിയുമ്പോൾ ഇത് റിവേഴ്സ് അടിച്ചാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇനി അടുത്തത് നമ്മൾ വരക്കേണ്ടത്. ഞാൻ എഡിറ്റ് ചെയ്തപ്പോഴേ കളയാൻ മറന്നുപോയി. ഇനിയിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ താമസിക്കും, അപ്പോൾ ഞാൻ കളയണില്ല. എന്നിട്ട് ഇതേപോലെ ആദ്യമേ ഒരു റൗണ്ട് വരയ്ക്കാം. അത് തലയാണ് കേട്ടോ, പെണ്ണിൻ്റെ തല. എന്നിട്ട് ഇതേപോലെ പെയിൻ്റ് അടിച്ച് കൊടുക്കണം. അതിനിട്ട് പെണ്ണിന് മുടി വേണമല്ലോ, അപ്പോൾ ബാക്കിൽ മുടിയും വരച്ചു കൊടുക്കും. എനിക്ക് വലിയതായിട്ട് വരക്കാനൊന്നും അറിയാൻ പാടില്ല, എന്നാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എനിക്ക് വരക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വരക്കാൻ പറ്റും. കണ്ടില്ലേ, എളുപ്പമാണ്. ഇതേപോലെ ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. എന്നിട്ട് താഴത്തേക്കും അതുപോലെ തന്നെ വരച്ചു കൊടുക്കുക. എൻ്റെ കൈ ഇടക്കിടക്ക് വിറക്കുന്നുണ്ട്, എന്താണെന്ന് അറിയാൻ പാടില്ല. എന്നിട്ട് ഇതേപോലെ കാലൊക്കെ പെണ്ണിൻ്റെ കാലൊക്കെ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഇതേപോലെ വരച്ചു കൊടുക്കുക. എന്നിട്ട് കൈ വരയ്ക്കണം. കൈ ഇതേപോലെ വരയ്ക്കണം. കണ്ടോ, കൈ ഇങ്ങനെ കോർത്ത് പിടിക്കണം കേട്ടോ. 2 പെൺപിള്ളേരുള്ള പെണ്ണുങ്ങൾ കണ്ടോ, കോർത്തിരിക്കും. അതേപോലെ തന്നെ കുപ്പിയുടെ റൗണ്ടിൽ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കണം. പിന്നെ ഞങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് പോയിട്ട് ചാനലൊന്ന് ചെക്ക് ചെയ്തേക്കണം, മറക്കരുത്. പിന്നെ എന്താ ഇതേപോലെ വരച്ചു കൊടുക്കുക. കൈ വരയ്ക്കണം. കണ്ട, കൈ പിടിച്ച് കോർത്ത് നിൽക്കണതാണ് അവർ. അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എടുക്കണത് ഒരു പിങ്കാണോ, എനിക്ക് ഈ കളർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും. പിങ്കും ഒരു മജന്ത പോലത്തെ ഒരു പിങ്ക്, അങ്ങനത്തെ ഒരു കളർ നമ്മൾ അകത്ത് ആക്കി കൊടുക്കണം. കണ്ടോ, സ്ക്വയർ അല്ലല്ലോ, ട്രയാങ്കിളിൻ്റെ അകത്ത് ഇങ്ങനെ തേച്ച് കൊടുക്കും. ഒന്നെങ്കിൽ ബഡ്സ് ആണെങ്കിലും മതി, അല്ലെങ്കിൽ പെയിൻറ്റിങ് ബ്രഷ് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് കൊടുക്കണം. അകത്ത് ഒരു കട്ടിക്കിരിക്കട്ടെ കേട്ടോ, നല്ല കട്ടിക്ക് തന്നെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ ആ കറുപ്പിൻ്റെ സൈഡിൽ കൂടി വേണമെങ്കിൽ ഒരു എന്താണ് നമ്മുടെ CD മാർക്കർ വെച്ചിട്ട് എന്തെങ്കിലും ഒന്നുകൂടി വരച്ചു കൊടുത്താൽ ഇത്രയും കൂടി ഫിനിഷിങ്ങിലേക്ക് കിട്ടും. ഞാനത് ചെയ്തില്ല, അതുകൊണ്ടാണ് ഫിനിഷിങ് പറഞ്ഞത്. പക്ഷേ ചെയ്ത് വന്നപ്പോൾ നന്നായിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴേ കഴുത്തിൻ്റെ ഭാഗം എന്ന് വെച്ചാൽ കുപ്പിയുടെ കഴുത്തെ, അപ്പോൾ അതിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടന്നപ്പോൾ ഒരു രസം തോന്നില്ല. അപ്പോൾ അതിൽ ഞാൻ മേളിലായിട്ട് വേറെ ഇങ്ങനെ ചുമ്മാ നമ്മൾ വരച്ചു കൊടുക്കില്ലേ, ഇങ്ങനെ ശിഖരങ്ങളൊക്കെ പോലെ അതേപോലെ വരച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇതായിട്ടുള്ള ഡിസൈൻസ് എന്താണെന്ന് വെച്ചാൽ വരയ്ക്കാം. ഞാനിങ്ങനെയാണ് വരക്കണത്. ഇതേപോലെ ഇങ്ങനെ ശിഖരങ്ങളിട്ടിട്ട് വേണമെങ്കിൽ റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാണ് ഇച്ചിരി കൂടി എളുപ്പം, കാണാനും ഭംഗിയതാണ്. പിന്നെ ഞാൻ ഇങ്ങനെ തന്നെ വരച്ച് അങ്ങനെ ഫുള്ളായിട്ട് വരച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഫുള്ളായിട്ട് വരച്ചെടുക്കാം. എന്നിട്ട് ഞാൻ പറയാവേ. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ ചാനലിപ്പോൾ തുടങ്ങിയിട്ട് എനിക്കൊന്ന് 2 മാസമെങ്കിലും ആയെന്ന് തോന്നണം. അതിൽ ഒരു വീഡിയോ 500 കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതിൻ്റെ സന്തോഷമുണ്ട്. കണ്ടപ്പോഴത്തേക്കുന്ന കാര്യം നമ്മുടെ വീഡിയോ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ളൊരു സന്തോഷമുണ്ട്. പിന്നെന്താ ഒരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നല്ലോ. അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ രാവിലെ കയറി നോക്കിയപ്പോഴത്തേക്കും ആ വീഡിയോയുടെ ലിങ്ക് ചെയ്യാൻ വേണമെങ്കിൽ താഴെ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഒന്ന് പോയി കണ്ടേക്കാം. അപ്പോൾ നമുക്ക് 500 ആയിരാക്കാം. അപ്പോൾ വേറെ ആൾക്കാർ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. ഇപ്പോൾ അതിൽ കാണുന്ന എൻ്റെ ചാനലിൽ കാണുന്നതിൽ പകുതി മുക്കാലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. എന്നിട്ട് ഇതേപോലെ നമ്മളിങ്ങനെ എല്ലാ പോലെ ഇങ്ങനെ അവിടെ ഇടയ്ക്കായിട്ട് വരച്ചു കൊടുക്കണം. ആ കറുപ്പിൽ തന്നെ വരച്ചു കൊടുക്കണം.
അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അതിൻ്റെ നെക്ക് പോർഷൻ ഇല്ലേ, അതിൽ ഇതേപോലെ ബ്ലാക്ക് വെച്ചിട്ട് ഇങ്ങനെ 2 കുഴിവുണ്ടല്ലോ, മേളിലുണ്ട് താഴെയുണ്ട്, ആ 2 കുഴിവിൽ ഇതേപോലെ ബ്ലാക്ക് വെച്ചിട്ട് കൊടുക്കണം. താഴെയും അതുപോലെ തന്നെ കൊടുക്കണം. കണ്ടോ, ഇത് വരക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. പെട്ടെന്ന് കഴിയുമല്ലോ, അതിൻ്റെ മേളിൽ കൂടി തന്നെ വരച്ചപ്പോഴേ. അത് കഴിഞ്ഞിട്ട് ബ്ലാക്ക് ഡോട്ടിട്ട് കൊടുക്കണം. കണ്ടോ, ഞാനിപ്പോൾ പെയിൻറ്റിങ് ബ്രഷാണ് ഉപയോഗിച്ചേക്കണം. ആദ്യം ഇത് കത്തിയില്ലായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, ബൈ.